യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് സെപ്റ്റംബർ 30 ഈ മാസത്തിലെ അവസാന ദിവസമാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ 30 ദിവസങ്ങൾ കർത്താവ് അത്ഭുതകരമായിട്ട് നമ്മളെ നയിച്ചു. അതിനോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതുകൊണ്ട് അച്ഛൻ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, സാധിക്കുമെങ്കിൽ ഒരു 30 മിനിറ്റ് സമയം, അരമണിക്കൂർ സമയം ഇന്ന് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിന് നന്ദി പറയണം. മറ്റൊരു പ്രാർത്ഥന യാചിക്കാനോ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, ദൈവത്തിന് നന്ദി പറയുക. കാരണം എത്രയോ അത്ഭുതകരമായിട്ടാണ് ഓരോ മാസവും ദൈവം നമ്മളെ നയിക്കുന്നത്, അല്ലേ? എത്രയോ നല്ല കാര്യങ്ങൾ ദൈവം ഈ മാസം നമ്മളിലൂടെ ചെയ്തു. എത്രയോ അനുഗ്രഹം തന്നു. നമ്മുടെ ഭവനത്തിന് നൽകി, ജോലി മേഖലയിൽ നൽകി, പഠന മേഖലയിൽ നൽകി, ശുശ്രൂഷ മേഖലയിൽ നൽകി. ഓരോന്ന് ഓർത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയുക. ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാണ്. എത്രമാത്രം നമ്മൾ നന്ദി പറയുന്നുവോ അതിനർത്ഥം നമ്മൾ അത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇരട്ടി അനുഗ്രഹം പിന്നീട് ദൈവം അടുത്ത മാസങ്ങളിലൊക്കെ തരും. അതുകൊണ്ട് ഒന്നാമതായിട്ട് അച്ഛന് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ഈ മാസത്തിൻ്റെ അവസാന ദിവസം ഒരു 30 മിനിറ്റ് സമയം ഈശോയുടെ അടുത്തിരുന്ന് ഈശോയ്ക്ക് നന്ദി പറയും. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, എൻ്റെ കുടുംബത്തെ പരിപാലിച്ചതിന്, എൻ്റെ ജോലി ഓർത്ത്, പഠനത്തെ ഓർത്ത്, ശുശ്രൂഷ ഓർത്ത് ഈശോയെ നന്ദി, ഈശോയെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം നാളെ ഒക്ടോബർ 1 ജപമാല മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കുക. ഈ ജപമാല മാസത്തിൽ ഒക്ടോബർ 1 മുതൽ ഞാൻ കൂടുതലായിട്ട് ജപമാല ചൊല്ലും. നമ്മൾ ചൊല്ലുന്ന അത്രയും ജപമാലയല്ല, കൂടുതലായിട്ട് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ ഒരു ദിവസം എത്ര ജപമാലകൾ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ വേറെ ആർക്കും കാണിച്ചു കൊടുക്കാനല്ല, നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് തന്നെ നമുക്ക് ചോദിക്കാൻ, ആത്മപരിശോധന ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് ഒന്നേ ഉള്ളൂ, കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും. നിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സങ്കടങ്ങൾ, നിയോഗങ്ങൾ, പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ, ജപമാല മാസത്തിൽ കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ഒത്തിരി ദൈവാനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി ദൈവം നിനക്ക് തരും, സ്വർഗം നിനക്ക് തരും. തീർച്ചയാണ്. സന്തോഷമായിട്ടിരിക്കുക. ഇന്ന് ഈശോയ്ക്ക് നന്ദി പറയുക. അടുത്ത മാസത്തിൽ കൂടുതൽ ജപമാലകൾ ചൊല്ലുക. ദൈവാനുഗ്രഹിക്കട്ടെ, പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്ന കർത്താവ്, ഈ ഒരു മാസം കാത്തു പരിപാലിച്ചതിന്, വരും നാളുകളിലും അത്ഭുതകരമായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ജീവിത മേഖലകളെയും ശുശ്രൂഷകളെയും കർത്താവെ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.